പേടി. ചില മനുഷ്യരുണ്ട്, അതായത് ആണുങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പുരുഷന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ ദേഷ്യപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എത്ര ധൈര്യശാലിയായ പെൺകുട്ടിയായാലും നിന്ന് വിറയ്ക്കും. ചിലരൊക്കെ ദേഷ്യപ്പെടുന്ന ഉച്ചത്തിൽ സംസാരിച്ച് ചീത്തയൊക്കെ വിളിച്ച് പറഞ്ഞ് കണ്ണി കാണുന്നതൊക്കെ എറിഞ്ഞുടച്ച് ആകെ ബഹളമാണ്. കുറച്ച് നേരത്തേക്ക് ബഹളം. അപ്പം ഇത് എന്ത് കാര്യത്തിനാണെന്നുള്ള ചെറിയ നിസ്സാര കാര്യത്തിനായിരിക്കാം ആ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അപ്പോഴുണ്ടാകുന്ന നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ അവരുടെ മനസ്സിൽ അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതൊന്ന് പൊട്ടിത്തെറിക്കണ്ടേ അല്ലേ? നമ്മൾ ഇപ്പം പ്രഷർ കുക്കറിൻ്റെ കാര്യം പറയുന്ന പോലെ അതിൽ ആവി നിറഞ്ഞ് ആകുമ്പം വെയിറ്റ് പൊങ്ങി മുകളിലോട്ട് പോകും. അതേപോലെ തന്നെ ആ പ്രഷർ മുകളിലോട്ട് പോകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ അത്രയും നാൾ നിന്ന പ്രഷർ പുറത്തേക്ക് പോവാണ്. അതായത് പിന്നെ കുക്കറിൽ എയർ നിറഞ്ഞ ആ പ്രഷർ നിറഞ്ഞ സമയത്ത് നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി നോക്കത്തില്ല, ഉണ്ടോ എയർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ തട്ടൽ മതി, എയർ പെട്ടെന്നായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അതേപോലെ തന്നെയാണ്, അത്രയും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, ഇപ്പം പൊട്ടുമെന്നുള്ള അവസ്ഥയിൽ. അപ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടാകുന്നത്. അപ്പോഴെന്താ ഇത്രയും നേരം മനസ്സിലുണ്ടാകുന്ന ചിലപ്പോൾ ചെറിയ കാര്യത്തിന് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ ചോറുണ്ടെന്നില്ലേ എന്ന് ചിലപ്പം ഭാര്യ എന്ന ഭർത്താവിനോട് ചോദിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ഇതുവരെ അപ്പം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഭർത്താവ്. ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്താ ഇത്രയും നാളും ചോറില്ലേ എന്നുള്ള ചോദ്യം പറഞ്ഞിട്ട് വഴക്കാവും. ചില സ്ഥലങ്ങളുണ്ട് ഈ ഭാര്യമാർ ആ സമയത്ത് നല്ല സംയമനം പാലിക്കും, മിണ്ടാതിരിക്കും. കാരണം ഇതിന് മുമ്പുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. മിണ്ടാതിരിക്കും. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ബഹളമെല്ലാം കഴിഞ്ഞ് പൊട്ടിത്തെറിയെല്ലാം കഴിയുമ്പോൾ ആൾ ശാന്തനാവും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വയലൻ്റ് ആകുന്ന സമയം, വയലൻ്റ് എന്ന് പറയുമ്പോൾ അത്രയും ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ ആ ദേഷ്യത്തിൻ്റെ പാരമ്യതയിൽ നിന്നും പതുക്കെ താഴേക്ക് വരും. ആ ഉച്ചയും ബഹളമൊക്കെ കഴിഞ്ഞ് പതുക്കെ പഴയ രീതിയിലേക്ക് വരാൻ തുടങ്ങും. അപ്പം നിങ്ങളിങ്ങനെ ഒരു ടിപ്പാണ് കേട്ടോ, നിങ്ങളിങ്ങനെ പേടിച്ചല്ലാണ്ട് ഭർത്താവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊന്ന് നിൽക്കും അല്ലെങ്കിൽ ഇരിക്കും. അങ്ങനെ 4 എണ്ണം ഞാൻ പേടിച്ചു പോയി. അപ്പോൾ നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ കണ്ണിൽ നിന്നും ഭർത്താവിന് വായിച്ചെടുക്കാൻ പറ്റണം, അവൾ ശരിക്കും പേടിച്ച് കേട്ടോ, കഷ്ടമായിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു പാവം. ഈ ഒരു ഫീലിങ് ഭർത്താവിന് തോന്നണം. ആ രീതിയിൽ നിങ്ങളൊന്ന് നിന്ന്, അപ്പോൾ എന്താ അത്രയും നേരം നിങ്ങൾ എന്താണോ പേടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ടെൻഷൻ, അത് മാറ്റാനുള്ള ഔഷധം ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പാവം കേട്ടോ, പതുക്കെ വരും, എന്തായാലും നിങ്ങളോട് വന്ന് സമാധാനം പറയും ഇല്ലേ? അങ്ങനെ വേണം. പതുക്കെ വന്ന് അത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോഴാണ് നീ വന്ന് ചോദിച്ചത്, അപ്പോൾ എനിക്കങ്ങ് കൺട്രോൾ പോയി, പോട്ടെ സാരമില്ല. നമുക്കെന്താണ് ആവശ്യം? പോട്ടെ സാരമില്ല എന്ന വാക്കല്ലേ, അത് തീർച്ചയായിട്ടും തരും. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും. അല്ലാതെ ദേഷ്യപ്പെട്ട് വേണമെങ്കിൽ അങ്ങനെയൊന്നും അല്ല, നമ്മളോടല്ലേ പറ്റുള്ളവർക്ക് അതൊക്കെ. അങ്ങനെ ചിന്തിച്ച് ചെറിയ ടിപ്സുകളൊക്കെ പ്രയോഗിക്കും, ജീവിതം അടിപൊളിയാക്കൂ, മനസ്സിനെ ശാന്തമാക്കി വെക്കും.